ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത്, ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. 2 മുട്ട പുഴുങ്ങിയത്, സവാള പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ബ്രെഡ് പൊടിച്ചെടുത്തത്, ഉപ്പ്, 4 ടേബിൾ സ്പൂൺ മൈദ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കാം. ഇത് കണക്ക് മൈദ കലക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ട എടുത്താലും മതി. ഞാൻ 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഏത് തരത്തിലുള്ള റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ബ്രൗൺ നിറമൊന്നും ആകുമൊന്നും വേണ്ട. ഇതൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഈ പൊടികളെല്ലാം ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പ് ഇടാണ്ട് ചുമ്മാ വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. ഇനി നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടണം. അതിനായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തവിയുടെ ബാക്ക് വശം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത്ര തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് ആറണം. അത് മാറ്റി വെക്കാം. ഇനി ഈ മുട്ടയൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് മുഴുവനോടെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് വലിയ ഇതായിട്ടിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിനെ 4ആയിട്ടാണ് മുറിക്കുന്നത്. അത് മുറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ നൂലെടുത്തിട്ടുണ്ട്. നൂല് വെച്ചിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ഒട്ടും തന്നെ പൊട്ടിപ്പോകത്തില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. പൊട്ടാതെ കറക്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. കത്തി വെച്ച് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകും. ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് 4 പീസായിട്ട്. അപ്പോൾ 4ആയിട്ടോ 2ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. മുട്ട ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അതുപോലെ കയ്യിലെടുക്കാം. എടുത്തതിന് ശേഷം ഇതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയിട്ട് ഇതിലേക്കൊരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാം. മുട്ടയുടെ പീസ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പൊതിയണം. ഇതുപോലെയാണ് ആക്കി വെച്ചത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിതൊരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉരുട്ടിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അത്രയും മാവ് വെച്ച് ഞാൻ 7 എണ്ണോട്ടം ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മൈദ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെടുക്കുക. അതൊന്നും കൂടെ ഒന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം ആയല്ലോ, അപ്പോൾ അടിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ റോളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നിത് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് എല്ലാ വശത്തും ഒന്ന് മൈദ പറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ പറ്റിച്ചതിന് ശേഷം ഇതിനെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ഇതിൻ്റെ പുറത്തൊന്ന് നന്നായിട്ട് പറ്റിയിരിക്കണം. ഇതുപോലെ ഇനി ഇത് എണ്ണയിലേക്ക് ഇടാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതൊരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒന്നാമത് ബ്രെഡാണ് ഇതിൻ്റെ പുറത്ത് കോട്ട് ചെയ്തേക്കുന്നത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒട്ടും തന്നെ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതൊരു മീഡിയം ഹീറ്റിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഓൾറെഡി വെന്തതാണ്. ഇതിൻ്റെ പുറം മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി. നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുത്തേക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.